പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പം പുതിയ റോഡ് ഇത്രത്തോളം ഉയരത്തിലായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റോഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. NH66 പുതിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ മാമത്താണ്. ഇതാണ് മാമപ്പാലം. അപ്പോൾ ഇന്ന് നമ്മൾ മാമത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴക്കൂട്ടം വരെയുള്ള റോഡ് നിർമ്മാണ കാഴ്ചകളാണ്. കുറേ നാൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷത്തിന് മേലായി ഞാൻ ഇവിടുന്ന് ഈ ഭാഗത്തെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഭാഗത്തെ നിർമ്മാണ കാഴ്ചകളെന്ന് നോക്കാം. ഒരു വർഷത്തിൻ്റെ ഇടയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. റോഡ് ഇങ്ങനെ ആയിരിക്കും കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങനെ സ്ഥിരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാണമൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാനൊരു 1.5 മാസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ 2 വർഷങ്ങൾ മുമ്പ് പറയാൻ തുടങ്ങിയ ഡയലോഗുകളാണ്. ഇടിച്ച് നിരപ്പാക്കി ഓട നിർമ്മാണം പൂർത്തിയായ എറണാകുളത്ത്, പക്ഷേ തിരുവനന്തപുരത്ത് കയറുമ്പോൾ ഇപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെയൊക്കെ ഓട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് മോനെ. പിന്നെ ഇവിടെ അങ്ങനെ ഈ രീതിയിലൊക്കെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇവിടെ നമുക്ക് കുറച്ച് റോഡ് ടാർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കേട്ടോ, ഈ ഭാഗത്ത് കുറേ ദൂരം കുറച്ച് ദൂരം ടാർ ചെയ്തിട്ടുണ്ടല്ലോ. അത് കയറി വരാ. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പം പുതിയ റോഡ് ഇത്രത്തോളം ഉയരത്തിലായിരിക്കും വരുന്നത് കേട്ടോ. പഴയ റോഡ് കണ്ടോ, നല്ല താഴ്ചയിലായിരിക്കും. ഇവിടെ നിന്നിട്ട് ഇറക്കാൻ പറ്റുമോ? ഇറക്കാനൊക്കെ ചെയ്യും. ഇവിടെ എന്തോ വലിയൊരു നിർമ്മാണം വരുന്നത്. അന്ന് ക്രെയിനൊക്കെ ഉപയോഗിച്ച് എൻ്റെ പൊന്നെ, ആ കെട്ടിടം പൂർത്തിയായി. എന്തിനാണെന്ന് അറിയത്തില്ല കേട്ടോ. അതായത് ഈ റോഡ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ പൈലിങ് നടക്കുന്നേ ഉള്ളായിരുന്നില്ല. കെട്ടിടത്തിൻ്റെ വലിയ ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ട് നിർമ്മാണം കിടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പണി പൂർത്തിയായി. അത്രയും വലിയ കെട്ടിടം പണി പൂർത്തിയായി. എന്താണെന്നും അറിയാവുന്നൊരു നമ്മുടെ കേട്ടോ. വലിയൊരു കെട്ടിടമാണല്ലോ. അപ്പോൾ ഇതാണ്. ഇവിടെ ഇത്രത്തോളം പണി പൂർത്തിയായി കേട്ടോ. ഗുഡ്. അപ്പോൾ നല്ല രീതിയിൽ റോഡ് ഉയർത്തി ഇങ്ങനെ ടാർ ചെയ്തിട്ടുണ്ട്. ഇത്രേ ഉള്ളോ? ഓഹോ, ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടുത്തെ സർവീസ് റോഡ് ഭയങ്കര താഴ്ന്നായിരിക്കും അല്ലേ പോകുന്ന. നമുക്കൊന്ന് പോയി നോക്കാം. ഈ റോഡ് ഇനിയും ഉയരും കേട്ടോ. അത് ഫസ്റ്റ് ലെയറാണ്. ഇനി ഇതിൽ നല്ല രീതിയിൽ ഉയരും. കണ്ട ആ പൈപ്പ് കണ്ട, അത്ര ഉയരും. നമുക്ക് സർവീസ് റോഡ് നോക്കാം. സർവീസ് റോഡ് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. അവിടെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് റെയിൻ കോട്ടായിട്ട് ഇറങ്ങിയതാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മഴക്കോളായിരുന്നു, വെട്ടം കുറഞ്ഞു. അപ്പം വെയിലടിച്ചവൻ പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇന്ന് നമ്മൾ സൊമാറ്റോയിൽ ഇറങ്ങിയില്ല. ഞാൻ എനിക്ക് ഇവിടുന്ന് ചാടാൻ പറ്റൂലല്ലോ. വഴിയുണ്ട്. അപ്പോൾ ഇവിടെ സർവീസ് റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ റോഡ് ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും വരുന്നത്. നമ്മൾ അത്രയും ഉയരത്തിൽ നിന്നാണ് ഇപ്പോൾ താഴോട്ട് ഇറങ്ങിയത്. ഈ ഭാഗത്തൊന്നും നിർമ്മാണം ഒന്നും ആയിട്ടില്ല. ഇല്ല ഇവിടെയൊന്നും നിർമ്മാണം ഒന്നും ആയിട്ടില്ല കേട്ടോ. അത്രയും ഭാഗം കണ്ടപ്പോൾ എന്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഭാഗത്തൊന്നും
സ്ഥലപ്പേര് മറന്നു പോയല്ലോ. ഒരു മിനിറ്റ് ഇപ്പോൾ സ്ഥലപ്പേര് പറഞ്ഞുതരാം. സോ ഒരക്ഷരം കിട്ടിയാൽ മതി. കോരാണി. ഇവിടെ ഞാൻ പണ്ട് മറ്റേ ഡെലിവറി ബോയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. എന്താണ് കമ്പനിയുടെ പേര് മറന്നുപോയി. ഇതൊക്കെ നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായി. ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി അതൊക്കെ കുറേ നാളായി. ഒരു JCB പണി നടക്കുന്നുണ്ട്. JCBയുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. വർക്ക് ഇങ്ങനെ ചെറുതായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇങ്ങനെ പോയത് എന്ന് തീരാനാണ് ഇതിന്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇതൊക്കെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഒരു മാറ്റമില്ല. അങ്ങനെ വരപ്പം വർഷം തോറും മാറാൻ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തറവാട്ടി പറഞ്ഞവരാ. അങ്ങനെയൊന്നും കൂട്ടരല്ല നമ്മളെ മാസം വരപ്പോൾ ലുക്ക് മാറാനേ അങ്ങനത്തെ വീട്ടിലുള്ളവരല്ല, തറവാട്ടി പറഞ്ഞവരാ. അങ്ങനെയൊന്നും ലുക്ക് മാറൂല. ഇവിടെ ഒന്നും പറയില്ല, നമുക്ക് കാഴ്ചയിലുണ്ടെങ്കിൽ ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെയാണ്. ഇവിടെ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് വീണെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ ഒരു മാറ്റമുണ്ട്. അത് ശരി. ഇവിടെ സർവീസ് റോഡിൻ്റെ അപ്പുറം സർവീസ് റോഡായിരുന്നു. അതിൻ്റെ ഭാഗത്തെല്ലാം കൂടെ ഇടിഞ്ഞ് വീണ്. പിന്നെ അതിൻ്റെ മേളിൽ കയറി അരിഞ്ഞിറക്കിയതാണെന്ന് തോന്നുന്നു. അത് ഇനിയും ഇടിയുമല്ലോ. അത് ഉറപ്പില്ലാത്ത മണ്ണാണ്. അത് ഇനിയും ഇടിയും. ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ഈ അണ്ടർപാസൊക്കെ എത്ര പെട്ടെന്നായിരുന്നു എന്നറിയോ ഒരു നിർമ്മാണം പൂർത്തിയായത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ഇവിടുത്തെ പണി വമ്പൻ രീതിയിലായിരിക്കും കേട്ടാ. ഇത് സ്ഥലപ്പേര് മറന്നതല്ല. ചെമ്പകമംഗലം. ഇവിടുന്ന് അപ്പുറത്ത് 28 മൈലിൽ ഒറ്റ ലെവലിലായിരിക്കും, പൊങ്ങിയിട്ടായിരിക്കും റോഡ് വരുന്നത്. കാരണം അവിടെ ഒരു അണ്ടർപാസ്. ഇതൊക്കെ എത്ര നാളായെന്നറിയോ ഒരു കമ്പി കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും വലിയ പോച്ചൊക്കെ വളർന്ന് പിടിച്ചു, പുല്ലൊക്കെ. ഇവിടെ കുറച്ച് തൊഴിലാളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് പണി പുനരാരംഭിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നുണ്ട്.
ഇവിടെ കയറി കുറച്ച് എണ്ണ അടിക്കാം, എന്നിട്ട് ബാക്കി പിന്നെ അങ്ങോട്ടും വലിയ മാറ്റമൊന്നും കാണുന്നില്ല. എന്തായാലും ഇവിടെ കയറി എണ്ണ അടിക്കട്ടെ. കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പാണ്, പക്ഷെ അങ്ങനെ നടത്തിയിട്ട് നമുക്ക് എന്തൊരു പ്രയോജനം? എല്ലായിടത്തും ഒരു റേറ്റ് അല്ലേ? എല്ലായിടത്തും ഒരു റേറ്റാണ്. പിന്നെ അങ്ങനെ ഒരു പരസ്യം എന്തിന്? കമ്പനി നേരിട്ട് നടത്തുന്ന എണ്ണ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതേ കമ്പനി അല്ല, ഇതേ എണ്ണ അല്ലേ ഭാരത് പെട്രോളിയത്തിൻ്റെ മറ്റ് ആൾക്കാർ നടത്തുന്ന പമ്പിൽ എന്താ മോശം എണ്ണയായിരിക്കുമോ? ഈ പ്രത്യേക കമ്പനി നേരിട്ട് നടത്തുന്ന എണ്ണയാണെന്ന് പറയണമെങ്കിൽ ഒന്നീ വില കുറഞ്ഞ, അതില്ല, വിലക്കുറവല്ല. അല്ലെങ്കിൽ പിന്നെ മറ്റ് ഇവരെ തന്നെ പേരുള്ള എണ്ണ മറ്റ് ആൾക്കാർ നടത്തുന്ന പമ്പിൽ ക്വാളിറ്റി കുറവാണ്, നമ്മൾ നേരിട്ട് നടത്തുന്നതിനെ കൊണ്ട് ക്വാളിറ്റി കൂടുതലാണ്. ഇതിലേതെങ്കിലും ഒന്ന് നടക്കുന്നുണ്ട്, അന്നേരം വിലക്കുറവല്ല, ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ കമ്പനി നേരിട്ട് നടത്തുന്നതെന്ന് പറയും. അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റാണ് നമുക്കുള്ളത്? അപ്പോൾ മറ്റ് ഉള്ളവരിൽ ക്വാളിറ്റി കുറവാണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ, അല്ലേ? ഇവിടെ നമ്മൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 28-ാം മൈലിൽ നിന്ന് 16-ാം മൈലിൽ നിന്ന് എണ്ണ അടിച്ചിട്ട് വരുമ്പോൾ 16-ാം മൈലിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വണ്ടി സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. കൊള്ളാം. ഇവിടെ കുറേ ദൂരം സർവീസ് റോഡാണ്. മെയിൻ റോഡിൽ ടാറിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുവാണ്. ഇവിടെ ഇത്ര ഉയർന്നിട്ടാണ് കേട്ടോ റോഡ് വരുന്നത്. ഇവിടെ കംപ്ലീറ്റ് സർവീസ് റോഡ് വഴിയാണ്. നമ്മളിപ്പോൾ ആശാൻ സ്മാരകത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സർവീസ് റോഡ് വഴിയാണ് തോന്നയ്ക്കൽ, സർവീസ് റോഡ് വഴിയാണ് വണ്ടി കടന്നു പോകുന്നത് കേട്ടോ. അപ്പുറത്തെ വണ്ടി സർവീസ് റോഡ് വഴിയാണ് തിരിച്ച് കൊല്ലത്തോട്ടും പോകുന്നത്. മെയിൻ റോഡിൽ കുറച്ച് ഭാഗത്ത് ടാറിങ് പൂർത്തിയായി, അതായത് ഫസ്റ്റ് ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ റൈറ്റ് പിടിക്കും. ഇവിടെ എന്താണ് മണ്ണൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്, തറ ഉറപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? കേട്ടോ, കുറേ മണ്ണിട്ട് കൊണ്ട് നിരപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ തോന്നയ്ക്കലാണ് പോകുന്നത്. അവിടെ ഒരു മേൽപ്പാലമാണ് വരുന്നത്, അല്ല അണ്ടർപാസ്സാണ് വരുന്നത്. പിയറിൽ വരുന്ന അണ്ടർപാസ്സാണ്. അതിൻ്റെ പണിയൊക്കെ ഇവിടം വരെ ആയി നോക്കാം. 1 വർഷത്തിന് ശേഷം ആണ് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്നത്. ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം ഒരു മണ്ണാങ്കട്ടയും നടന്നിട്ടില്ല. ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് 1 വർഷത്തിന് മേലെ ആയി. ഇത്രയും കെട്ടി ബുക്ക് ചെയ്തിട്ട് സർവീസ് റോഡ് വഴി പാലം നിർത്തിയിട്ടിട്ട് ഇവിടെ പിയറിലാണ് വരുന്നത്. കണ്ടോ, ആ പിയറിൻ്റെ നിർമ്മാണം അതേപോലെ പൂർത്തിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ടോ, ഇനി ഇവിടെയും കൂടെ അതേപോലെ വരും. അപ്പോൾ വലിയ അണ്ടർപാസ്സാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതിവിടെ അത്യാവശ്യമായിരുന്നു, ഇത്ര വലുത് വേണം.
അതിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇതുവരെ വലിയ മാറ്റമൊന്നും ഈ ഭാഗത്തില്ല. പാർക്ക് ഫേസ് 4. ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ. അവിടെ അണ്ടർപാസ് ഉള്ളതിനെ കൊണ്ട് തന്നെ റോഡ് ഉയർന്നിട്ടില്ല പോകും. അന്നേരം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തണം. സത്യം പറയാൻ തിരുവനന്തപുരത്തോടൊക്കെയുള്ള യാത്ര ഇനിയും വർഷങ്ങളോളം ദുരിതപൂർണ്ണമാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി ഓണമൊക്കെ അപ്പം ഒന്നും കൂടി കടുക്കും. ആറ്റിങ്ങലൊക്കെ ഇപ്പം തന്നെ ക്യൂ ആണ്. ബ്ലോക്കിൻ്റെ മേളിൽ ബ്ലോക്കാണ്. അപ്പം കുറച്ചും കൂടെ കഴിയുമ്പം ആറ്റിങ്ങലത്തെ കാര്യം കഷ്ടമാവും. ഇവിടുത്തെ പിന്നെ ആറ്റിങ്ങലത്തും പിന്നെ ഇങ്ങോട്ടുള്ള റോഡ് പണി നടക്കുന്ന ഭാഗത്തും കഷ്ടം തന്നെ ഉണ്ണി. കൊല്ലത്തൊക്കെ ഇനി ഈ ഓണം കഴിഞ്ഞ് അടുത്ത ഓണം കാപ്പ് മേടിച്ചതല്ലേ, അടുത്ത ഓണം കാപ്പ് അടിപൊളിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് കുഞ്ഞു വണ്ടി വാങ്ങിച്ച് അവനിക്ക് ഓണുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ ഗഡറുകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ട് അത് കാട് മൂടിയൊക്കെ. ഞാൻ ഫുള്ള് കുറ്റം പറച്ചിലായിപ്പോയി അല്ലേ ഈ വീഡിയോയിൽ. മോശം അവരെ എന്ത് കമ്പനിക്ക് എന്തോ സംഭവിച്ചേട്ടാ. അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നേറിയതായിരുന്നു കമ്പനി. ആറ്റിങ്ങൽ ബൈപ്പാസൊക്കെ നല്ല വേഗത്തിൽ മുന്നേറിയതായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഈ ഭാഗത്തൊക്കെ അണ്ടർപാസിലേക്ക് നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നേറിയതാണ്. കണ്ട് ഈ ഭാഗത്തൊക്കെ നിർമ്മാണമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വേഗത്തിൽ. പഴയ ഒരു വർഷം മുമ്പ് ഉള്ള എൻ്റെ ബൈപ്പാസ് അല്ല NH അപ്ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആഴ്ച തോറും അല്ലെങ്കിൽ 2 ആഴ്ച തോറും കൂടുമ്പോൾ ഇവിടുത്തെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. കാരണം 2 ആഴ്ചയിൽ ഒരിക്കൽ പുതിയൊരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിടത്ത് റോഡ് നിരപ്പാക്കി, ഒരിടത്ത് പിന്നെ അണ്ടർപാസ് പണി പൂർത്തിയായി ഭയങ്കര വേഗത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരത്ത്. കാരണം അത്രത്തോളം പണി ആവശ്യമുള്ളൊരു മേഖലയായിരുന്നു. പിന്നെ ഒരു വർഷത്തിന് മേലെയായി നിന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വളരെ കുറച്ച് പണികളെ പുരോഗമിക്കുന്നുള്ളൂ. അപ്പോൾ കുറ്റം പറഞ്ഞല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഫുള്ള് കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. കുറ്റം പറയാനൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല. നമ്മൾ കാണുന്ന വർക്ക് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അത് നല്ല രീതിയിൽ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇത്. പക്ഷെ നിന്ന് ഇവിടെയൊക്കെ റോഡ് പണി പൂർത്തിയായിട്ടില്ല. തിരിച്ചു വന്ന വാഹനങ്ങൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. ഇവിടെ കഴക്കൂട്ടം ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം റോഡ് ഇങ്ങനെ
നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടേ. കണ്ടോ, അങ്ങോട്ടുള്ള വാഹനങ്ങൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. അത് കൊള്ളാം, അടിപൊളി. ഇപ്പോഴത്തെ അണ്ടർപാസാണ് വരുന്നത്. പിന്നെ അവിടെ ചെറിയ മേൽപ്പാലമായി മാറി എന്നൊക്കെ ഇടയ്ക്ക് അറിയാൻ കഴിഞ്ഞായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒന്നും അറിയാൻ പറ്റിയില്ല. ഇപ്പം അടുത്ത പണി എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ കുറച്ച് ദൂരം ഇങ്ങനെ താറ ചെയ്തിട്ടുണ്ട്. അത് കുറേ ആളായി താറ ചെയ്തിട്ട്. അല്ല, ഇവിടെയും വലിയ ഇതൊന്നുമില്ല. ഒരു അണ്ടർപാസിൻ്റെ 2 പിയറിൻ്റെ നിർമ്മാണം ഇങ്ങനെ പൂർത്തിയായി, അല്ല കുറച്ച് നിർമ്മാണം പൂർത്തിയായി ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും, മാറ്റമൊന്നുമില്ല. കൂലി റിലീസായ ദിവസമാണ് കേട്ടോ ഇന്ന്. നമുക്ക് സൊമാറ്റോയിൽ വലിയ കൂലിയൊന്നും ഇല്ലടേ ഇപ്പം, അതുകൊണ്ട് കൂലിയൊന്നും കാണാൻ പറ്റൂല. ഇവിടെ പാലമായിരിക്കത്തില്ല കേട്ടോ, ഇവിടെ അണ്ടർപാസ് തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഈ അപ്പുറത്ത് KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു അണ്ടർപാസ് വരും. അപ്പോൾ 2 അണ്ടർപാസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഫുള്ള് അങ്ങ് ഒരു പിയറിലങ്ങ് ചെറിയൊരു മേൽപ്പാലം അങ്ങ് പണിയണം അല്ലേ. അതുകൊണ്ട് അവിടെ ഒരു അണ്ടർപാസ്, ഇവിടെ അണ്ടർപാസ്, ഇവിടെ അണ്ടർപാസ് ആണ്. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ടൗണാണ്. ഇവിടെ അണ്ടർപാസ് വരുന്നുണ്ട്. ഇത് 2 ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ലല്ലോ. കഷ്ടിച്ച് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ നിരന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ വർക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാവുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയും അവിടെ അണ്ടർപാസ് വരുന്നതിനെ കൊണ്ട് തന്നെ റോഡ് ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. വലിയ ബ്ലോക്കാണല്ലോ. വെട്ട് റോഡ്, ഇതാണ് വെട്ട് റോഡ്. ഇവിടെ നിന്നാണ് നമ്മൾ MC റോഡിലേക്ക് പോകുന്ന സ്ഥലം, ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കുള്ള റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലം അത്യാവശ്യമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ മേൽപ്പാലമാണ് വരുന്നത്. അതിൻ്റെ നിർമ്മാണം ഇടയ്ക്ക് വെച്ച് നല്ല വേഗത്തിലാണ് കേട്ടോ പിയറിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും സ്ലോ ആയതുപോലെ ഇവിടെയും സ്ലോ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു ചെറിയൊരു ടൗണിൽ വരുന്ന അത്രയും വലിയൊരു മേൽപ്പാലമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3, 4, 5 കണ്ടോ. കൊട്ടിയത്ത് വരുന്നതിന് അത്ര നീളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 5 പിയറിൽ അല്ലേ. കൊട്ടിയത്ത് അത്ര ഇല്ലേ, അത്രേ വരുന്നുള്ളൂ. അത്രയും വലിയ സിറ്റിയായ കൊട്ടിയത്ത് അത്ര വരുന്നു. കണ്ടോ, അത്രയും വലിയ ഒരു പാലമാണ് ഇവിടെ വരുന്നത്. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു. 5 പിയറിലാണ് ഇപ്പം നിർമ്മാണമൊക്കെ. 5 അല്ലല്ലോ, 6 ഉണ്ടോ? 6 ഉണ്ട്. 6 ഉണ്ടോ? അപ്പോ 6 ഇപ്പോൾ
വെട്ട് റോഡിലെ കാഴ്ചകൾ എങ്ങനെയാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. അത് കുറേ നാൾ മുമ്പ് നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലും 1 വർഷം മുമ്പുള്ള വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. സർവീസ് റോഡ് വഴിയാണ് ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഓ, തിരിച്ചു വന്നൊരു നല്ല ബ്ലോക്കാണല്ലോ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മെയിൻ റോഡ് ഇത്ര ഉയരത്തിലായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ 6 വരി പാതയായിരിക്കും. ഈ 6 വരി പാത വന്ന് കയറുന്നത് 4 വരി പാതയിലേക്കായിരിക്കും. പഴയ NH66 ആ 4 വരി പാത. ഈ അൽസാദിൻ്റെ അവിടം വരെയാണ് പുതിയ 6 വരി പാത ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ 4 വരി പാതയാണ്. അതിൻ്റെയൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ വണ്ടി വിട്ടടിച്ച് പോവാം. 4 വരി പാതയാണ് കണ്ടോ. നമുക്ക് പാലത്തിൻ്റെ അടിയിൽ കൂടെ യൂട്ടേൺ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഇതുവഴി യൂട്ടേൺ അടിക്കാം. അടിക്കാൻ പറ്റൂല. ഇവിടുന്ന് 6 വരിയിൽ നിന്ന് നേരെ 4 വരി പാതയിലേക്ക് കയറും. നമ്മൾ പാലത്തിൻ്റെ മേളിൽ കയറുന്നില്ല. ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ RDS കമ്പനിയുടെ കീഴിലായിരുന്നു ഈ നിർമ്മാണം. ഈ 4 വരി പാത നിർമ്മാണം